പക്ഷെ ഇതാര് പഠിപ്പിക്കും? വാസ്തവത്തിൽ മാതൃപിതൃവാദികൾ വളരെ വിശദമായി തന്നെ ഒന്ന് നമ്മുടെ മദ്രസയിൽ നിന്നാണ് വെച്ച് പഠിപ്പിക്കേണ്ടത്. പക്ഷെ നമ്മുടെ മദ്രസയിൽ അതിന് ഉള്ള ഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാതൃപിതൃ ബാധ്യതകൾ എന്നൊരു പുസ്തകം കസൻ പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം വാങ്ങി വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമല്ല, ഓരോ രക്ഷിതാവും ആ പുസ്തകത്തിന്റെ ഒരു കോപ്പി നമ്മളെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്നതും നന്നായിരിക്കും. ഇതുപോലെ തന്നെ പുസ്തകങ്ങൾ വാങ്ങി നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇവിടെ നല്ല രക്ഷിതാവ് എങ്ങനെയാവാം എന്നതോടൊപ്പം തന്നെ മാതൃപിതൃ ബാധ്യതകളുള്ള കസറ്റുകൾ ലഭ്യമാകുകയാണെങ്കിൽ അതും വാങ്ങി വായിക്കാൻ കൊടുക്കുന്നത് നന്നായി. പക്ഷേ കുട്ടികളെ കുറച്ചുകൂടി ഉയർന്നതിന് ശേഷവും ഈ വിഷയങ്ങൾ പഠിപ്പിക്കാവുന്നതാണ്. വാസ്തവത്തിൽ രക്ഷിതാക്കള് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ കുട്ടി എങ്ങനെയായിത്തീരുന്നു എന്ന് അന്തിമമായി തീരുമാനിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ് എന്ന ബോധം നമ്മളിലുണ്ടാവുകയും ഇനി എന്തൊക്കെ പെരുമാറ്റം എന്റെ ഭാഗത്ത് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇപ്പോഴുള്ള എന്റെ പെരുമാറ്റം എങ്ങനെയാണ്? ഇവിടെയാണ് കുട്ടികളെ പ്രചോദിപ്പിക്കാൻ നമ്മൾ അറിയേണ്ടത്. നമുക്ക് മക്കള് അതോടൊപ്പം തന്നെ എന്തിനാണ് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു മറുപടി നമ്മൾ പറയാവുന്നതാണ്, ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളെന്നാണ് നമ്മൾ പറയാറ്. എന്റെ മകൻ പരലോകത്ത് ഉപകരിക്കുന്ന മകനാകണമെന്ന് കരുതിയത് കൊണ്ട് മാത്രം പരലോകത്ത് ഉപകരിക്കുന്ന മകനാകുമായില്ല, പരലോകത്ത് ഉപകരിക്കുന്ന മകളും ആവുകയില്ല. പരലോകത്ത് ഉപകരിക്കുന്നത് ആരൊക്കെയാണ്? ഹദീസിൽ വ്യക്തമായി പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അമലു ഇല്ലാ മിൻ സലാത്ത് സദഖത്തുൻ ജാരിയത്തുൻ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ അയാളെ സർവ്വകാര്യങ്ങളും മുറിഞ്ഞുപോയി, മൂന്നെണ്ണം ഒഴികെ. ഒന്ന് ജാരിയായ സദഖ, വഖഫ് മുതലായവ. പക്ഷെ നമ്മളിൽ എത്ര പേര് പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടുണ്ടോ, എനിക്കതുണ്ടോ എന്ന് പരിശോധിക്കൂ. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഇൽമ്, ആ ഇനവും എനിക്കുണ്ടോ എന്ന് ഓരോ രക്ഷിതാവും പരിശോധിക്കുന്നു. പിന്നെ എന്താണുള്ളത്? മൂന്നാമത് ഇവിടെ പറയുന്നത് എന്താണ്? ഇഫക്റ്റീവ് പാരന്റിന്റെ സൂചിപ്പിക്കുന്നത് ഒരു വലുതുണ്ടായാൽ പോരാ, ഒരു കുട്ടി ഉണ്ടായാൽ പോരാ, വലതും സാലിഹുൻ, സാലിഹായ കുട്ടിയാവണം, നല്ല കുട്ടിയാവണം, ഇബാദത്ത് ചെയ്യുന്ന കുട്ടിയാവണം. പിന്നെയോ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടിയും ആവണം. അപ്പൊ രണ്ട് കണ്ടീഷനുള്ള കുട്ടി ഉണ്ടായെങ്കിലേ പരലോകത്ത് ഉപകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ എന്റെ ബാധ്യതയാണ് എന്ന ബോധമുള്ള കുട്ടി ഉണ്ടായി വളരണം. എഫക്റ്റീവ് പാരന്റിങ്ങിന്റെ ഭാഗമെന്ന നിലക്ക് കുട്ടിക്ക് ഇസ്ലാമിക വ്യക്തിത്വ വികസനം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാതൃപിതാവ് ബാധ്യതകൾ അവർ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അവർക്കും പ്രത്യേകമായ പരിശീലനം ആവശ്യമായി. വായനയുടെ മാത്രം പോലുള്ള നേരിട്ടുള്ള ക്ലാസുകളും അവർക്ക് ആവശ്യമായി. അപ്പോൾ കുട്ടികളെ നല്ലവരാക്കി മാതാപിതാക്കൾക്ക് പരലോകത്ത് ഉപകരിക്കുന്നവരാക്കി മാറണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നതും ഇഫക്റ്റീവ് പാരന്റിങ്ങിന്റെ, നല്ല രക്ഷിതാവാകുന്നതിന്റെ ഭാഗമാണ് എന്ന വിവരവും നമുക്കുണ്ടാവണം എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുട്ടിയുടെ പഠനത്തിൽ മെച്ചപ്പെടണം നമുക്ക് ഏറ്റവും നല്ല ആഗ്രഹമുള്ള കാര്യമാണ്. അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഉത്തരവാദിത്വം? പഠനത്തിന്റെ കാര്യം പറയുമ്പോൾ പഠനത്തെ സ്വാധീനിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അറിയണം. പഠനത്തെ സ്വാധീനിക്കുന്ന ആരൊക്കെയാണ്? ഒന്ന്, കുട്ടി. 2, അധ്യാപകർ. 3, രക്ഷിതാവ്. 4, മാനേജ്മെന്റ്. 5, സർക്കാർ. 6, സമുദായം. 7, സമൂഹം. ഈ 7 കൂട്ടരും വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്നവരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്നവർ രക്ഷിതാക്കൾ തന്നെയാണ്. പലപ്പോഴും രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല. തന്റെ കുട്ടിയെ ഏത് സ്കൂളിൽ ചേർത്തണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? രക്ഷിതാവാണ്, മറ്റാരുമല്ല. പക്ഷേ ഓരോരുത്തരും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല എങ്കിൽ നിർവാഹമില്ല. സമയത്തിന് പാഠപുസ്തകം കൊടുക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു സർക്കാരും സമയത്തിന് അത് നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കസറ്റ് ഇറക്കിയിരിക്കുന്ന ഹിദായ പോലും 2 പബ്ലിക് സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഹിദായ
പബ്ലിക് സ്കൂൾ നടക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി ഇവിടെ ഞാൻ സൂചിപ്പിക്കും. ഇവിടെ രക്ഷിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഏത് സ്കൂളിൽ ചേർക്കണം, ഏത് മദ്രസയിൽ ചേർക്കണം എന്നുള്ളത് രക്ഷിതാവ് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ട പഠനത്തെ സ്വാധീനിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കുട്ടിയുടെ പഠന താല്പര്യം. രണ്ടാമത്, കുട്ടിയുടെ ബുദ്ധി. മൂന്നാമത്, കുട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. 4, മറ്റുള്ള ഘടകങ്ങൾ. ഇവ 4 പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ചില രക്ഷിതാക്കൾ എന്താണ് ചെയ്യുക? കുട്ടികൾക്കെങ്ങാനും മാർക്ക് കുറഞ്ഞു പോയാൽ അതിന് സ്ഥാപനത്തെയും അധ്യാപകരെയും അടച്ചാക്ഷേപിക്കുന്ന പ്രകൃതം ഒരു നല്ല രക്ഷിതാവ് യോജിച്ചതല്ല. എന്റെ കുട്ടിക്ക് മാർക്ക് കുറയാനുള്ള കാരണം എന്താണ്, പഠന പിന്നോക്കാവസ്ഥക്കുള്ള കാരണം എന്താണ് എന്ന് പഠിക്കാതെ ആരോപണം ഉന്നയിക്കുന്നത് നല്ല രക്ഷിതാവിന്റെ ലക്ഷണമല്ല. എന്റെ കുട്ടിക്ക് പഠന താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ, എന്റെ കുട്ടിക്ക് ബുദ്ധി കുറഞ്ഞത് കൊണ്ടാണോ, എന്റെ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണോ, മറ്റെന്തെങ്കിലും ഘടകങ്ങളാണോ എന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് ഇഫക്റ്റീവ് പാരന്റിങ്ങിന്റെ ഭാഗം എന്ന നിലയ്ക്ക്, ഒരു നല്ല രക്ഷിതാവാകുന്നതിന്റെ ഭാഗം എന്ന നിലയ്ക്ക് നമ്മുടെ കുട്ടിക്ക് പഠന പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അതിന് മനഃശാസ്ത്രപരന്മാരെ കാണിച്ച് അത് എന്തുകൊണ്ട് പിന്നോക്കാവസ്ഥയായി എന്ന് നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഒരു കാര്യം കൂടി ഞാൻ ഓർത്താൻ ആഗ്രഹിക്കുന്നത്. മതവിദ്യാഭ്യാസത്തോടുള്ള സമീപനവും കൂട്ടത്തിൽ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ഈ 4 കാര്യങ്ങളിൽ ഏത് എന്ന്. മറ്റൊന്ന്, നല്ല രക്ഷിതാവാകുന്നതിന്റെ ഭാഗമായി എന്റെ മകന് നല്ല മതവിദ്യാഭ്യാസം വേണമെന്ന ചിന്ത ഓരോ രക്ഷിതാവിനും ഉണ്ടാവണം. മക്കൾ സാലിഹീങ്ങളായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവണം എന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്റെ മകന് നല്ല മതവിദ്യാഭ്യാസം വേണം എന്ന ബോധം ഓരോ രക്ഷിതാവിനും ഉണ്ടാവണം. വാസ്തവത്തിൽ ചില രക്ഷിതാക്കളുടെ സ്ഥിതി എന്താണ്? ഇവിടെ തന്നെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കൂ. മദ്രസയിലേക്ക് എത്ര മണിക്കൂറാണ് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്? സ്കൂളിലേക്ക് എത്ര മണിക്കൂറാണ് പോകുന്നത്? മദ്രസ പഠനം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നത് 5 or 6 മണിക്കൂർ ലഭിക്കുന്നുണ്ട് എന്ന വിവരം നമുക്ക് വേണം. സാഹചര്യം അങ്ങനെ പോയി എന്നത് സത്യമാണ്. എന്തിനാണ് ഇൽമ് ഇബാദത്ത് ചെയ്യാനാണ്. ഇബാദത്ത് എന്തിനാണ്? ജന്നത്ത് അഥവാ സ്വർഗം ലഭിക്കാൻ. ഭൗതിക വിദ്യാഭ്യാസം എന്തിനാണ്? ഇതും നാം താരതമ്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഭൗതിക വിദ്യാഭ്യാസം പ്രധാനമായും ഈ ലോകത്തെ ജീവിതം സുഖകരമാക്കാം. ഇത് പറയാനുള്ള കാരണം മതവിദ്യാഭ്യാസത്തോട് പല രക്ഷിതാക്കൾക്കും നിഷേധാത്മകമായ ദോഷാത്മകമായ മനോഭാവമാണുള്ളത് എന്നത് ഒരു സത്യമാണ്. വാസ്തവത്തിൽ ഒരു ഇസ്ലാമിക് പാരന്റിംഗ് എന്ന നിലയ്ക്ക് മതവിദ്യാഭ്യാസത്തോടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും സമീപനം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ കുട്ടികൾക്കും അതേ രീതിയിലുള്ള മതപഠനത്തോടും മദ്രസയോടും നിഷേധ മനോഭാവം വളർന്നു വരുന്നതിൽ രക്ഷിതാക്കൾക്ക് നല്ലൊരു പങ്കുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസം നിങ്ങൾ നോക്കുക. സ്കൂൾ 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മദ്രസയിൽ പോയി കൂടാ എന്ന ചിന്താഗതി നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? SSLCക്ക് മാർക്ക് കുറഞ്ഞു പോകുമെന്നാണ് കാരണം. അപ്പം SSLCക്ക് മാർക്ക് കൂട്ടാൻ വേണ്ടി മദ്രസാ വിദ്യാഭ്യാസം നിർത്തുന്ന സംസ്കാരം ഒരു മുസൽമാന് ഒരിക്കലും തന്നെ യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുക. രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതാണ്. ഏതുതരം മക്കളെയാണ് വേണ്ടത് എന്ന് ചോദിച്ച ഒരു മറുപടി എന്തായിരിക്കണം? ഇബാദത്തുള്ള മക്കളുണ്ടാവണം. ഇബാദത്തുള്ള മക്കളുണ്ടാകുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇബാദത്തുള്ള മക്കളുണ്ടാവണമെങ്കിൽ മാതാപിതാക്കൾ ഇബാദത്തുള്ളവരാവണം. ഇബാദത്തും പകർത്തപ്പെടുകയാണ്. ഇബാദത്തുള്ള മകൻ എന്തുകൊണ്ടാവണം? നമുക്ക് ഇവിടെയാണ് മനുഷ്യന്റെ അടിസ്ഥാന